ഹലോ ഗൈസ്, ഈ ഒരുങ്ങി കെട്ടിയൊക്കെ നിൽക്കണെന്ന് പറഞ്ഞാൽ ഇന്നൊരു ബേബി ഷവറിന്റെ ഷൂട്ട് ഉണ്ട്. എന്റെ ബേബി ഷവർ അല്ല, നമ്മളാണ് ഇന്ന് എടുക്കുന്നത് ഫുൾ ഐഫോണിൽ. ബേബി ഷവറിന്റെ ഷൂട്ട് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, വെറുതെ പൈസ നിങ്ങളുടെ എനിക്കാകുമ്പോൾ 10-15 രൂപ വന്നാൽ ഞാൻ ഫുൾ എടുത്തു തരാം. ഈ കാറിന്റെ പിറകെ നിന്ന് ഒളിമറവിൽ ഓടി പറഞ്ഞതാണ് നമ്മളെ സജിയേട്ടൻ. സജിയേട്ടാ, ഇതാണ് ബേബി ഷവറിന് ഉത്തരവാദി. അജയേട്ടൻ അങ്ങനെ ഇറങ്ങി വന്ന് എന്തോ പ്രൈസ് കിട്ടിയാണൊക്കെ എല്ലാവർക്കും കൈയും കാലൊക്കെ കൊടുത്തിട്ട് ഞാൻ തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറി പോയി. പിന്നെ നമ്മൾ വണ്ടി നേരെ എടുത്ത് അങ്ങോട്ട് ഫോട്ടോ സ്പോട്ടിലോട്ട് പോയി. മറ്റേ ഒരുങ്ങി കെട്ടിയൊക്കെ വന്ന് കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്ന ഒത്തിരി പവറാവും ഫ്രണ്ടിൽ കയറി പവറാൻ പോയിട്ട് ഒരു പറി പോലും ആവാതെ അവന്മാരത്തരം ഒരു കിടക്കാപ്പ് സാധനം എടുത്ത് എന്റെ നെഞ്ചത്തോട്ട് വെച്ചു. ഓട്ടെത്തിയപാടെ അവിടെ പറഞ്ഞേ പോണേ പെണ്ണുങ്ങൾക്ക് എല്ലാം ഹൈ കൊടുക്കുകയാണ് ഈ ചെറുക്കായി. അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശം. സജിയേട്ടനിക്കാണെങ്കിൽ ഈ ഭാര്യ പ്രസവിക്കാൻ കിടക്കണം എന്ന് പറഞ്ഞപ്പോ ഈ കേരള കലോത്സവത്തിനൊക്കെ കലാത്തിലൊക്കെ ഒരു സന്തോഷം. ഇപ്പോഴേ നാട്ടിലൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ബെസ്റ്റ് തന്തയ്ക്കുള്ള ട്രോഫി വാങ്ങിച്ചിട്ട് അടങ്ങോളന്നു. യുദ്ധം നടക്കണോണ്ട് പുറത്തോട്ട് പോയാലും ഇവൻ സമാധാനത്തിന്റെ പക്ഷത്താണെന്ന് കാണിക്കാൻ വേണ്ടി വെള്ളയൊക്കെ ഇട്ടുകൊണ്ട് വന്നേക്കാണ്. ആർക്ക് എന്തൊരു സംഭവിച്ചാലും ഇവനൊരു കുഴപ്പമില്ല, പക്ഷെ റൊണാൾഡോയെ മാത്രം ഒന്നും പറയില്ല. ഫോട്ടോഷൂട്ട് ബേബി ഷവറിനാണെങ്കിലും വീഡിയോ ഒക്കെ എടുക്കുന്നത് നമ്മളെ പയ്യനാണ്. അത് കഴിഞ്ഞ് അവിടെ കിടന്ന ഒരു ഊനാലിൽ കയറി കുറച്ചു നേരം മനസ്സ് റിലാക്സ്. ഓടുന്ന മനസ്സിന് ആടുന്ന ഊനാലൊരു സമാധാനവും. 38ന്റെ നിറവിലാണ് വയസ്സെങ്കിലും മനസ്സുകൊണ്ട് ഇപ്പോഴും 3ാം ക്ലാസ്സിലാണ്. ഹൈലി പ്രൊഫഷണൽ ആയിട്ടൊക്കെ നിന്ന് പട്ടം പറത്തുന്നുണ്ട്. എന്തിനാണ് എന്തോ പ്രൊഫഷണലിസം കൂടിയപ്പോഴേ എനിക്ക് തോന്നി പാകിസ്ഥാൻ വിട്ട മിസൈൽ പോലെ സജി ഒരിടത്തും പട്ടം വേറെ ഇടത്തും.